ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന നിവിന്റെ പരാതിയിൽ നടന്റെ മൊഴിയും രേഖപ്പെടുത്തി. ഇതിനിടെ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി ദിനേശ് അല്പസമയത്തിനകം ചേരും. പീഡന പരാതിയിൽ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ നിവിൻ പോളി ഈ വിഷയത്തിൽ തന്റെ ചില നിലപാടുകളുമായി രംഗത്ത് വന്നിരുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കണം. വാർത്താസമ്മേളനം നടത്തുകയും ഈ നടി ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും ഇല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും. നവമി, എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഈ വിഷയത്തിലെ നടപടി? എത്ര സമയം ചോദ്യം ചെയ്യൽ നീണ്ടു? എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു? നവമി, കേൾക്കാമോ? പ്രത്യേക അന്വേഷണ സംഘമാണ് നിവിൻ പോളിയെ ചോദ്യം ചെയ്തത്. നിവിൻ പോളിക്കെതിരായ നേരത്തെ നമുക്കറിയാം പീഡന പരാതി ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേക സംഘം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നിവിൻ പോളിയുടെ പരാതിയിൽ മൊഴിയെടുത്തു എന്നാണ് പറയുന്നത്. നവമി ദിനേശ്, വിശദാംശങ്ങൾ. നിവിൻ പോളിയെ ചോദ്യം ചെയ്തു എന്ന് മനസ്സിലാകുന്നു പ്രത്യേക അന്വേഷണ സംഘം. എത്ര സമയം അത് നീണ്ടുനിന്നു? എന്തൊക്കെ കാര്യങ്ങൾ നിവിൻ പോളിയിൽ നിന്ന് രേഖപ്പെടുത്താൻ സംഘം ശ്രമിച്ചു? ഒപ്പം നേരത്തെ നിവിൻ പോളി ഈ വിഷയത്തിൽ തന്റെ വാദമുഖവുമായി രംഗത്ത് വന്നിരുന്നുവല്ലോ. ഇന്നലെ വൈകുന്നേരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൊച്ചിയിലുള്ള തീരദേശ പോലീസ് ആസ്ഥാനത്ത് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നിവിൻ പോളിയെ ചോദ്യം ചെയ്തത്. വൈകിട്ട് 6:30യോടുകൂടിയാണ് നിവിൻ പോളി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം നിവിൻ പോളിയെ വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. 2 കാര്യങ്ങളിലായിരുന്നു നിവിൻ പോളിയെ ചോദ്യം ചെയ്തതും ഒപ്പം മൊഴിയെടുത്തതും. അതിലൊന്ന്, നമുക്കറിയാം നിവിൻ പോളിക്കെതിരെ നേര്യമംഗലം സ്വദേശി ഒരു പീഡന പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ആ പരാതിയിലെ 6ാം പ്രതിയാണ് നിവിൻ പോളി. ദുബായിൽ വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ നിവിൻ പോളിയും ഉണ്ടായിരുന്നു എന്നായിരുന്നു പെൺകുട്ടി പരാതി നൽകിയത്. ഈ ഒരു പരാതിയിൽ, ഈ നേര്യമംഗലം സ്വദേശി നൽകിയ പരാതിയിലാണ് ആദ്യം നിവിൻ പോളിയെ ചോദ്യം ചെയ്തത്. ഇതിനോടകം തന്നെ നിവിൻ പോളിക്കെതിരായിട്ടുള്ള ഈ ഒരു ആരോപണം, അതിൽ ഈ പെൺകുട്ടി പറഞ്ഞ തീയതികളിലൊക്കെ വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി പറഞ്ഞ തീയതികളിൽ നിവിൻ പോളി കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത് തെളിയിക്കുന്ന ഓരോ ദൃശ്യങ്ങളും ഒപ്പം തെളിവുകളും അടക്കം സഹപ്രവർത്തകരും പുറത്തുവിട്ടിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തായാലും നിവിൻ പോളിയെ പോലീസ് സംഘം ചോദ്യം ചെയ്തത്. അതിനുശേഷം നിവിൻ പോളി ഒരു കൗണ്ടർ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പറയുന്നത് തനിക്കെതിരായി നടക്കുന്ന ഈ ഒരു ആരോപണം, അല്ലെങ്കിൽ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല, ഈ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, തന്നെ ഇതിൽ മനഃപൂർവ്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമാ മേഖലയിലെ തന്നെ ചിലരാണോ ഇതിന് പിന്നിലെന്നും താൻ സംശയിക്കുന്നു. അതും നിവിൻ പോളി ഈ പറയുന്ന തീയതികളിൽ വിദേശത്ത് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിന്റെ കോപ്പികളടക്കം നൽകിക്കൊണ്ടാണ് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. ഈ പരാതിയാണ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ നിവിൻ പോളിയുടെ വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ നടന്മാർക്കെതിരായിട്ട് ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ എത്രയും വേഗം തീർപ്പാക്കുന്ന ഒരു പരാതിയായിരിക്കും നിവിൻ പോളിയുടേതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പോലീസ് അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിവിൻ പോളിക്കെതിരെ കാര്യമായിട്ടുള്ള തെളിവുകൾ ഈ പെൺകുട്ടിയുടെ പക്കലില്ല എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അത് അന്വേഷണ പരിധിയിലാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. ആവശ്യമെങ്കിൽ നിവിൻ പോളിയെ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുകൂടി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്.